അതായത് ഫ്രണ്ട് പൊങ്ങിയിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ചേട്ടൻ ചുക്കാമണി പൊങ്ങിയിരിക്കുന്നു, പിന്നെ ചേട്ടൻ ഷർട്ട് ഇട്ടിട്ടില്ല, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പം മറ്റേ റീൽസിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുത്തിട്ട് ചോദിച്ചു ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു. ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് അവരുടെ നേക്കഡായിട്ടുള്ള ഫോട്ടോകൾ ഫുൾ ഇങ്ങോട്ട് ഇട്ടാൻ തുടങ്ങി. അതായത് പിന്നെ ഷഡ്ഡിയുടെ ബേസറിൻ്റെ അങ്ങനത്തെ കുറേ ഫോട്ടോയും കാര്യങ്ങളും ഇങ്ങോട്ട് ഇട്ടു. എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് അങ്ങോട്ട് സ്വാഗതം. ഈ ബുൾജറ്റ് സഹോദരന്മാർ, എനിക്ക് തോന്നുന്നു വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും ഈ സഹോദരങ്ങളായിട്ടുള്ള വ്ളോഗേഴ്സിനെ. ട്രാവൽ വ്ളോഗേഴ്സ്, ലൈഫ് സ്റ്റൈൽ വ്ളോഗേഴ്സ്, എല്ലാ പരിപാടികളും കാണിക്കാറുണ്ട്. ഇവരുടെ വീട്ടിൽ അച്ചാർ ഉണ്ടാക്കുന്നത് നമ്മളെ കാണിക്കാറുണ്ട്. അതുപോലെ തന്നെ ഇവർ കറങ്ങാൻ പോകുന്നത് ഇവരുടെ നെപ്പോളിയൻ എന്ന് പറയുന്ന ഇവരുടെ സന്തത സഹചര്യമായിട്ടുള്ള ആ ഒരു ട്രാവലറയില് ഇവർ ലോകം ചുറ്റുന്നത് ഒക്കെ നമ്മളെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ കുട്ടികള് അങ്ങ് അമേരിക്കയിലേക്കുള്ള യാത്രയിലാണ്. ആ യാത്ര എത്തി നിൽക്കുന്നത് കസാക്കിസ്ഥാനിലാണ്. നാളെയും കണ്ടായിട്ട് പിള്ളേര് റഷ്യയിലേക്ക് കയറുമെന്നാണ് അറിഞ്ഞത്. അപ്പൊ റഷ്യയിലൊക്കെ കയറി അതുവഴി കുഞ്ഞുങ്ങൾ അമേരിക്കയിലേക്കുള്ള ആ ഒരു ദീർഘയാത്രയിലാണ്. അപ്പൊ ഇന്നലെ കസാക്കിസ്ഥാനിൽ വെച്ചിട്ടുള്ള ഒരു വീഡിയോ കുഞ്ഞുങ്ങൾ ഇട്ടപ്പോഴത്തേക്ക് അതിന്റെ തംബ്നെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇങ്ങനെയായിരുന്നു: ഞങ്ങൾക്കു നേരെ ഹണി ട്രാപ്പ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സാധനമായിരുന്നു ഇട്ടിരുന്നത്. അപ്പം സ്ഥിരം ഞാൻ ഈ ഒരു കുഞ്ഞുങ്ങളുടെ വ്യൂവർ ഒന്നും അല്ല, എന്നാലും ഇടയ്ക്ക് ഇവരുടെ വീഡിയോ ഒക്കെ കാണാറുണ്ട്. അങ്ങനെ ഈ ഒരു സാധനം, പ്രത്യേകിച്ച് ഈ ഒരു തംബ്നെയിൽ കണ്ടപ്പോൾ നമ്മൾ നോക്കുമല്ലോ, നമുക്കുള്ള എന്തെങ്കിലും അരി മേടിക്കാനുള്ള അരി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇനിയിപ്പം സാധനം ഇഷ്ടപ്പെടത്തില്ല ചിലവർക്ക്. അരിയല്ല, നമുക്കുള്ള ഗോതമ്പിനുള്ള എന്തെങ്കിലും കിട്ടുമോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാനും പോയി വീഡിയോ ഒന്ന് കണ്ടു നോക്കിയപ്പം ഗോതമ്പ് മേടിക്കാനുള്ള കുറച്ച് കാര്യങ്ങൾ അതിനകത്തുണ്ട്. അപ്പൊ എന്നാ പിന്നെ നമുക്ക് അങ്ങോട്ട് തുടങ്ങിയാലോ. ഹണി ട്രാപ്പ് പെട്ട് നമ്മുടെ ലിബിൻ കുഞ്ഞ് പെട്ടിട്ടുണ്ട് കേട്ടോ. എന്താണെങ്കിലും അപ്പൊ വീഡിയോ അങ്ങോട്ട് കണ്ടു തുടങ്ങും, എന്നിട്ട് വഴിയേ നമുക്ക് കാര്യങ്ങൾ അങ്ങോട്ട് പറയാം. കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഇത്രയും നാളും വിചാരിച്ചിരുന്നത് ഹണി ട്രാപ്പ് എന്ന് വിചാരിക്കുന്നത് തേനുകൊണ്ടുള്ള ഒരു പരിപാടിയാണെന്നാണ്. പക്ഷേ ഈ ഇടയ്ക്കാണ് അത് അത്ര തേനുകൊണ്ടുള്ള പരിപാടി അല്ല എന്ന് മനസ്സിലായത്. ഇത്ര നാളും ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഹണി ട്രാപ്പ്, തേനുകൊണ്ടുള്ള എന്തോ ഒരു ട്രാപ്പ് എന്നാണ് ഞങ്ങൾ വിചാരിച്ചത്. ഇനി അതിനെക്കുറിച്ച് ലിബിൻ പറയുന്നതാണ്. അതായത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ലിബിന് ഒരു അക്കൗണ്ടിൽ നിന്നും നിരന്തരമായിട്ട് മെസ്സേജ് വരും. നമ്മളിതൊന്നും ശ്രദ്ധിക്കാറില്ല. കഴിഞ്ഞ യാത്രയിൽ ഈ വാഹനം കൊണ്ട് മലേഷ്യ പോകുന്ന യാത്രയിലാണ് നമ്മുടെ വാഹനം കൊണ്ടുപോകാൻ നേരത്ത് നമ്മൾ കൊൽക്കത്തയിൽ നിന്നൊന്ന് കുളിച്ചായിരുന്നു. അതായത് അവിടുത്തെ ആൾക്കാർ കുളിക്കുന്ന രീതി ഞങ്ങളൊന്ന് കുളിച്ചു. അപ്പോൾ കുളിച്ചപ്പോൾ ചില സ്ഥലത്ത് മുഴയും ചില സ്ഥലത്ത് ഇതൊക്കെ വന്നു. നമ്മളൊന്നും ശ്രദ്ധിക്കുന്നില്ല, നമ്മൾ സാധാരണ രീതിയിലാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം നമുക്ക് ദുരുദ്ദേശമൊന്നുമില്ല. അപ്പം അത് വെച്ച് ആൾ ലിബിന് മെസ്സേജ് അയക്കൽ തുടങ്ങി. ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ തേനൊഴിച്ചുള്ള പരിപാടി ലിബിൻ പറയും. അപ്പൊ ലിബിൻ പറയുന്നതിന് മുന്നേ ഞാനൊരു കാര്യം അങ്ങ് പറയട്ടെ. നമ്മൾ കുളിക്കുമ്പോൾ ചില സമയത്ത് ചില ആളുകൾക്ക് ഉണ്ട പോലൊക്കെ വരുമായിരിക്കും, അതെനിക്കറിയത്തില്ല. ചില സമയത്ത് നമുക്ക് കുത്തപ്പിനാറ് പോലൊക്കെ വരാറുണ്ട്. അത് തണുത്ത വെള്ളത്തിൽ നമ്മൾ കുളിക്കുമ്പോൾ അങ്ങനെയൊക്കെ സംഭവിക്കും. അതിനകത്തൊന്നും വലിയ തെറ്റൊന്നും ഇല്ല. അതിപ്പം ഇവര് വ്ളോഗേഴ്സ് ആയതുകൊണ്ട് ഇവര് മറ്റേ ഒന്നും ഇടാതൊന്നും എന്തായാലും കുളിക്കുന്നതൊന്നും എന്തായാലും എടുത്ത ഒരു വീഡിയോ ഇടത്തില്ല. വല്ല പുഴയിലൊക്കെ കുളിക്കുന്നതോ അല്ലെങ്കിൽ ചിലപ്പോ ഒരു മറ്റേ ബക്കറ്റ് കപ്പിയൊക്കെ ഉപയോഗിച്ച് തലവഴി വെള്ളം ഒഴിക്കുന്നത് അതൊക്കെ ഇട്ടിട്ട് കേട്ടാ അങ്ങനെയൊക്കെ ചെയ്യുന്ന പരിപാടികളൊക്കെ ഇവർക്കുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് ചിലപ്പോ ഇച്ചിരി അവിടെ ഇവിടെയൊക്കെ ഒന്ന് ഇത്തിരി മുഴച്ച പൊങ്ങിയ ഇരിക്കും. അതിനകത്ത് ഇപ്പം നമ്മൾ എന്തിനാണ് അതൊക്കെ തപ്പാൻ പോകുന്നത്? അതെനിക്ക് അറിയാൻ പാടില്ലാത്തത്. അതൊക്കെ തപ്പിപ്പിടിച്ച് അതിന്റെ പേരും പറഞ്ഞ് മെസ്സേജ് അയക്കുന്നവർക്കാണ് ഇച്ചിരി എന്തോ ഒരു ബാക്കി ഞാൻ പറയണ്ട, നിങ്ങളങ്ങ് ഊഹിച്ചെടുത്തു. അവർക്ക് എന്തെങ്കിലും പ്രശ്നം കാണും, മനസ്സിലായില്ലേ? ചിലപ്പോൾ ഫിസിക്കലായിട്ടൊക്കെ എന്തെങ്കിലും പ്രശ്നമുള്ള അല്ലെങ്കിൽ ഇച്ചിരി കടി കൂടിയ ചിലപ്പോൾ ആൾക്കാരായിരിക്കും ഇങ്ങനെയുള്ള സാധനം കണ്ടുപിടിച്ച്. എന്റെ പൊന്നെ ഒന്ന് ആലോചിച്ച് നോക്കി, ഓടം പൊങ്ങിയിരിക്കുന്നു, ഇവിടെ താന്നിരിക്കുന്നു, എന്ത് കാര്യത്തിൽ അതൊക്കെ എനിക്ക് മനസ്സിലാവുന്നില്ല. ഇനിയിപ്പൊ ലിബിൻ പറയുന്ന കേക്ക്. അതായത് ഏകദേശം എനിക്ക് തോന്നുന്നു 1.5 കൊല്ലം മുന്നേ അക്കൗണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് വന്നു തുടങ്ങിയത്. അപ്പം ഞാൻ എല്ലാവർക്കും സാധാരണ റീപ്ലൈയും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. ഇത് ഞാൻ മലേഷ്യയിൽ വണ്ടി കൊണ്ടുപോകുന്ന നേരത്ത് റീൽസ് ഇട്ട് കഴിഞ്ഞപ്പം അതിൻ്റെ മലേഷ്യയിൽ നിന്ന് കൊൽക്കത്തയിൽ നിന്ന് നമ്മൾ മലേഷ്യയിലോട്ട് വണ്ടി ഷിപ്പ് ചെയ്യാൻ നേരത്ത് നമ്മൾ ഈ വണ്ടി കഴുകഴിഞ്ഞപ്പോൾ ക്ലീൻ ആക്കാൻ നേരത്ത് നമ്മളും കുളിച്ചു. അതിൻ്റെ റീൽസ് ഇട്ടു. അതിപ്പോൾ ആ റീൽസിൻ്റെ ലിങ്ക് എനിക്ക് ഇട്ട് വന്നിട്ട് പറഞ്ഞു ചേട്ടാ ഇതാ പൊങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കെന്താ സംഭവം എന്ന് മനസ്സിലായില്ല. അത് കഴിഞ്ഞ് ചേട്ടൻ്റെ ചുക്കാമണി പൊങ്ങിയിരിക്കുന്നു ചുക്കാമണി പൊങ്ങിയിരിക്കുന്നു. അന്നപ്പോഴും എനിക്ക് കാര്യം മനസ്സിലായി. അപ്പോൾ എന്നോട് പിന്നെയും പറഞ്ഞു ചേട്ടൻ്റെ ഫ്രണ്ട് ഭാഗം ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചിട്ടാണ് ഈ പറയുന്നത്. അപ്പോൾ എന്നെ സംഭവം ഞാൻ കേട്ടിട്ടില്ല, കാരണം
പൂർണ്ണമായിട്ട് പറയട്ടെ. അതായത് ഫ്രണ്ട് പൊങ്ങിയിരിക്കുന്നു. അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ചേട്ടൻ ചുക്കാമണി പൊങ്ങിയിരിക്കുന്നു, പിന്നെ ചേട്ടൻ ഷർട്ട് ഇട്ടിട്ടില്ലേ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നു. അപ്പം മറ്റേ റീൽസിൻ്റെ സ്ക്രീൻഷോട്ട് ഇട്ട് കൊടുത്തിട്ട് ചോദിച്ചു ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു. ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങോട്ട് അവരുടെ നേക്കഡായിട്ടുള്ള ഫോട്ടോകൾ ഫുൾ ഇങ്ങോട്ട് ഇട്ടാൻ തുടങ്ങി. അതായത് പിന്നെ ഷഡ്ഡിയുടെ ബേസറിൻ്റെ അങ്ങനത്തെ കുറേ ഫോട്ടോയും കാര്യങ്ങളും ഇങ്ങോട്ട് ഇട്ടു. എന്നിട്ട് എന്നോട് ചോദിച്ചു ഇത് കണ്ടോന്ന് ചോദിച്ചു. ഞാൻ ഇത് കണ്ടെന്നും പറഞ്ഞു. അപ്പോൾ എനിക്ക് കാര്യം എന്താണെന്ന് വെച്ചാൽ അവരയക്കുന്ന ഫോട്ടോയിൻ്റെ അകത്ത് മൊത്തം ബംഗാളി വീഡിയുടെ ഫോട്ടോയും കാര്യങ്ങളും. കൂട്ടാ ലിബിനെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ ആദ്യമേ, എന്നിട്ട് ബാക്കിയുള്ള കാര്യത്തിലോട്ട് നമുക്ക് പോവാം. ഇതൊക്കെ ബംഗാളി വീഡിയോയിലെ തന്നെയാണെന്ന് നിനക്ക് എന്താ ഇത്ര ഉറപ്പ്? അതെന്റെ ഒരു സംശയമാ. അല്ലാത്ത വീഡിയോയിലൊക്കെ ആയിക്കൂടെ? ബംഗാളി എന്ന് തന്നെ വല്ല എഴുതിയിട്ടുണ്ടോ ബംഗാളി? എന്തായാലും പോട്ടെ, ഞാൻ ഒരു സംശയം ചോദിച്ചതേ ഉള്ളൂ. എന്തായാലും നമ്മൾ അതിനകത്തോട്ട് പോകുന്നില്ല. നമുക്ക് കുറച്ച് സീരിയസ് ആയിട്ട് സംസാരിക്കേണ്ട ഒരു വിഷയം തന്നെയാണ് എന്തായാലും ഇത്. കാരണം ഒന്നാമത് ഇവരാ പറഞ്ഞ ഒരു അക്കൗണ്ട് സൈഡിൽ കാണിക്കുന്നുണ്ട്. അത് ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ വെച്ചിട്ടുള്ള ഒരു അക്കൗണ്ടിൽ നിന്നാണ് ഈ ഒരു ലിബിന് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മെസ്സേജും കാര്യങ്ങളും കുറെ ഫോട്ടോസും ഒക്കെ വരുന്നത്. ലിബിനോട് ആദ്യമേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ലിബിന്റെ ഒരു റീലിനകത്ത് കണ്ട ഒരു പോർഷൻ കാണിച്ചുകൊണ്ട് ഇതെന്താ ഇങ്ങനെയൊക്കെ ഇരിക്കുന്നത് എന്നുള്ള ഒരു വൾഗർ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ്. ഒരു സ്ത്രീ ഒരിക്കലും ഒരു നോർമൽ ആയിട്ടുള്ള ഒരു സ്ത്രീ അങ്ങനെ ഒരു പുരുഷനോട് സംസാരിച്ചുകൊണ്ട് ചെല്ലുകയാണെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ ആ ഒരു പെൺകുട്ടിയുടെ മെന്റാലിറ്റി എന്തായിരിക്കും, അവൾ വേറെ എന്തെങ്കിലും ഉദ്ദേശത്തോടെ നമ്മുടെ അടുക്കിലേക്ക് വരികയാണെന്നായിരിക്കും ഏതൊരു പുരുഷനും ആദ്യമേ വിചാരിക്കുക. അപ്പൊ അവളെ യൂട്ടിലൈസ് ചെയ്യണം. അവൾ ഈ ഒരു സാധനമൊക്കെ നോക്കി മര്യാദക്കാണ് വന്നൊരു പെൺകുട്ടി സംസാരിക്കുന്നതെങ്കിൽ അവളോട് നമ്മൾ മര്യാദയ്ക്ക് സംസാരിക്കും. ഈ ഒരു ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലേക്ക് ഉറുപ്പും തൂപ്പും ഒക്കെ തപ്പിക്കൊണ്ട് വരുന്ന ഒരുത്തിയുടെ ഇതിപ്പോ ഒരു പുരുഷനാണെങ്കിലും ശരി, ഒരു സ്ത്രീയെ ആ ഒരു രീതിയിൽ നമ്മൾ ഫിസിക്കലി ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പറഞ്ഞുകൊണ്ട് നമ്മൾ ചെല്ലുകയാണെങ്കിൽ അത് വളരെ വൾഗറായിട്ടുള്ളൊരു കാര്യമാണ്. അതിനെ ഇപ്പൊ ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാൾ അങ്ങനെ തന്നെ യൂട്ടിലൈസ് ചെയ്യാനേ ശ്രമിക്കുകയുള്ളൂ. ഇപ്പം ലിബിന്റെ അടുക്കിലേക്ക് വന്നപ്പോഴത്തേക്ക് ലിബിന് ആദ്യമേ മനസ്സിലായെന്നാണ് പറയുന്നത്. കാരണം ഇങ്ങനെ ഒരു പെൺകുട്ടി നോർമലായിട്ടുള്ള ഒരു പെൺകുട്ടി ചെല്ലില്ല. പിന്നെ അതൊരു പെൺകുട്ടി തന്നെയാണോ ചെയ്യുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല. ഇതിപ്പോ ചിലപ്പോൾ അതിനകത്ത് കാണിക്കുന്ന ഫോട്ടോയൊക്കെ നമുക്ക് പറയാൻ പറ്റില്ല. ഞാനതാണ് അവരുടെ ആ ഒരു വീഡിയോയിൽ അവരത് കാണിക്കുന്നുണ്ട്. ഞാനത് സെപ്പറേറ്റ് എടുത്ത് കാണിക്കാത്തത് ചിലപ്പോൾ ശരിക്കും അങ്ങനെ ഒരു ഫോട്ടോയിൽ കാണുന്ന ആ ഒരു പെൺകുട്ടി ഉണ്ടായിരിക്കാം. ആ ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ എടുത്ത് വെച്ച് വേറെ ഏതെങ്കിലും ഒരാൾ ഈ ഒരു അക്കൗണ്ട് യൂസ് ചെയ്യുന്നതാണോ എന്ന് നമുക്കറിയില്ല. അതാണ് ഞാനത് സെപ്പറേറ്റ് എടുത്ത് കാണിക്കാത്തത്. ഇല്ലെങ്കിൽ ഞാനൊന്ന് പോയി തപ്പി ഈ ഒരു അക്കൗണ്ട് ഇവര് ചിലപ്പോൾ ഈ വീഡിയോ ഇട്ടുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ പോയി അക്കൗണ്ട് തപ്പിയിട്ടൊന്നും കുറച്ചുകൂടെ ഈ വീഡിയോ കഴിയുമ്പോഴത്തേക്ക് അവർ പ്രോപ്പറായിട്ട് ആ ഒരു ഇൻസ്റ്റഗ്രാം ഐഡിയുടെ ആ ഒരു സാധനമൊക്കെ നമുക്ക് കാണിച്ചു തരുന്നുണ്ട്. പക്ഷെ ഞാനത് പോയി സെർച്ച് ചെയ്തിട്ടൊന്നും എനിക്കൊന്നും കാണാൻ പറ്റിയില്ല. ചിലപ്പം ഫേക്ക് അക്കൗണ്ട് ഉണ്ടാക്കി അതുവഴി ഇങ്ങനെ മെസ്സേജ് അയച്ച് കമ്പനിയായി ഇവരിപ്പോ ഈ പറയുന്ന കണക്ക് ഹണി ട്രാപ്പ് പ്രോപ്പറായിട്ട് അതായിരിക്കും. ഇത് എല്ലാവർക്കും സംഭവിക്കാറുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഇവർക്ക് സംഭവിച്ചൊരു കാര്യം ഇവർ പറയുന്നതിനകത്തൂടെ തന്നെ നമ്മളിതെടുത്ത് റിയാക്ട് ചെയ്യാനായിട്ടുള്ള ഒരു കാര്യം ഇതെല്ലാവരും അറിഞ്ഞിരിക്കണം. ഇങ്ങനെ ഒരുപാട് നമ്മൾ വാർത്തയിലൊക്കെ നമ്മൾ ഈ അടുത്തായിട്ട് നമ്മൾ കുറെ കാണുന്നുണ്ടല്ലോ ഹണി ട്രാപ്പിങ്ങിന്റെ കഥകളൊക്കെ. പക്ഷെ ഇത് ചില ആളുകളുടെ ലൈഫിൽ, വ്ളോഗേഴ്സിന്റെ ലൈഫിൽ വരെ സംഭവിക്കാറുണ്ട്. എനിക്കൊക്കെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മെസ്സേജ് വരുമ്പോൾ പേടിയാണ്. ഒരു പെൺകുട്ടിയുടെ മെസ്സേജ് കാണുമ്പോൾ ഞാൻ ഒന്ന് നമ്മൾ നോക്കും. കാരണം വെറുതെ അങ്ങോട്ട് മെസ്സേജ് അയക്കുക, ഒരുപാട് മെസ്സേജ് ഒന്നും ഞാൻ നോക്കാറില്ല. ഇന്ന് തന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ലൈവിലൊക്കെ വരുന്ന ഒരു പെൺകുട്ടിയോട് തന്നെ ഞാൻ ഇന്നാണ് അതിന് റിപ്ലൈ കൊടുക്കുന്നത്. കാരണം സ്ഥിരമായിട്ട് നമ്മുടെ വീഡിയോ കാണുന്ന ആളാണ്. പക്ഷെ ഞാൻ റിപ്ലൈ കൊടുത്തിട്ടില്ല. എനിക്ക് ഇതേപോലെ കുറെ മെസ്സേജ് വന്ന് നടന്നാലും ഞാൻ റിപ്ലൈ നോക്കാൻ പോകത്തില്ല. നമുക്കൊരു ഫിയർ അകത്ത് കാണും. കാരണം എന്തെങ്കിലും കിട്ടാൻ കാത്തിരിക്കുന്ന കുറെ പേര് കാണും. നമ്മുടെ എന്തെങ്കിലും ഒരു നെഗറ്റീവ് ഇട്ട് കഴിഞ്ഞാൽ എടുത്തു വെച്ച് അച്ചാറാക്കാൻ. അപ്പൊ നമ്മളായിട്ട് പോയി ചാടുന്ന പോലെ ആയിപ്പോവും. ഇതിപ്പോ ഇവരുടെ ഈ ഒരു കേസിൽ പോയി അവരായിട്ട് പെട്ടു. പക്ഷെ അവരതിന് പ്രതിരോധിച്ച് തന്നെ അവർ കേസും കാര്യങ്ങളും ഒക്കെ ആയിട്ട് മുന്നോട്ട് പോയിട്ടുണ്ട്. ബാക്കി നിങ്ങളത് കാണും, എന്നിട്ട് നമുക്ക് ബാക്കി സംസാരിക്കാം. മെസ്സേജുകൾ നിരന്തരമായിട്ട് ലിബിന് വരാൻ വേണ്ടി തുടങ്ങി. അപ്പം നമുക്ക് കാര്യങ്ങൾ മനസ്സിലായി. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ സൈഡിൽ ഒരു സ്ക്രീൻഷോട്ട് കാണിക്കാം. മേഘന പി എന്ന് പറഞ്ഞ ഈ ഒരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ നിന്നാണ് നിരന്തരമായിട്ട് മെസ്സേജ് വന്നു തുടങ്ങി. പിന്നെ തുണിയും സംഭവമൊന്നും ഇല്ലാത്തത് ബംഗാളികളുടെ മറ്റ് സംഭവങ്ങൾ ഇങ്ങനെ അയച്ചു തരും. എന്നിട്ട് ഇതിൻ്റെ പരിപാടി എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് പെണ്ണുങ്ങളും ആണുങ്ങളും ഉണ്ടെന്നുള്ളതാണ് ഞങ്ങളുടെ ഒരു ഇതിൽ മനസ്സിലായത്. എന്നിട്ട് ഇവർ പിന്നെ വോയിസും കാര്യങ്ങളൊക്കെ അയച്ചാൽ ലാസ്റ്റ് ഇവർ ഒറ്റ ഫോൺ കോൾ വിളിയാണ്. എന്നിട്ട് അതിൻ്റെ അകത്തെങ്ങാനും നമ്മുടെ തലയെങ്ങാനും പെട്ട് കഴിഞ്ഞാൽ പിന്നെ അത് വെച്ച് ഭീഷണിപ്പെടുത്തും. അപ്പോൾ അങ്ങനെയൊക്കെ ആർക്കെങ്കിലും വന്നിട്ടുണ്ട് നിങ്ങൾ അതിലൊന്നും വീഴരുത്. ഇത് സാമ്പത്തിക പരിപാടിയാണ്, അതായത് പൈസ അടിക്കാനുള്ള പരിപാടിയാണ് ഇതിൻ്റെ അകത്ത്. എന്നിട്ട് ഇത് വെച്ച് ഞങ്ങൾ പോലീസിന്, അതായത് DGP SP ഞങ്ങളുടെ ടൗൺ സ്റ്റേഷൻ, അവിടുത്തെ സ്റ്റേഷൻ, ഇവിടുത്തെ എല്ലാവർക്കും പരാതി കൊടുത്തു. ഇവർ പറയുന്നത് വെച്ചാൽ നമ്മൾ ആണുങ്ങളുടെ പരാതിക്ക്
എത്ര പേര് എന്നാ പറഞ്ഞില്ല പിന്നെ? അതായത് നമ്മളിപ്പം ഒരു പെണ്ണുങ്ങളുടെ അക്കൗണ്ടിലോട്ട് നമ്മളൊരു ഫോട്ടോ അയച്ചു കൊടുത്തത്, അതെടുക്കുക അവർക്ക് പരാതി എടുക്കാൻ പെട്ടെന്ന് എളുപ്പമാണ്. അതായത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് ഇവർക്ക് ഡാറ്റ കൊടുക്കുന്നില്ല. അതേ സമയത്ത് ഒരു പെണ്ണുങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് നമുക്ക് അയച്ചെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് അത് കാര്യമായിട്ട് കാണൂല. അപ്പോൾ ഇവർക്ക് ഡാറ്റ കൊടുക്കൂലെന്നാണ് പറഞ്ഞത്. ആകെ പോലീസുകാർക്ക് കിട്ടിയെന്ന് വെച്ചിട്ടുണ്ട് ഒരു മെയിൽ ഐ ഡിയാണ് കിട്ടിയത്. അപ്പോൾ അവർ പറഞ്ഞ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവരാണോ ഇല്ലയോ എന്നുള്ള ഉറപ്പില്ലെന്നാണ് പറഞ്ഞത്. അതും പിന്നെ പല റീൽ നെറ്റ്വർക്ക് പല പബ്ലിക് ഇതിൻ്റെ അകത്തുനിന്നൊക്കെയാണ് എടുക്കുന്നത്. ഏത് ആണുങ്ങൾ ഉപയോഗിക്കുന്നുള്ളൊരു പേര് പറഞ്ഞു, നമുക്കത് വ്യക്തമില്ലാത്ത നമ്മൾ പുറത്ത് പറയുന്നില്ല. ഇനി ആർക്കെങ്കിലും ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഈ അക്കൗണ്ട് ആരെയാണെന്നുള്ളത് അറിയാമെങ്കിൽ പിന്നെ നിങ്ങൾ പറഞ്ഞുതരാം. പിന്നെ ഞങ്ങൾ കേസ് കൊടുത്തതിൻ്റെ സംഭവങ്ങളും കാര്യങ്ങളും പിന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ ഭാവിയിൽ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അന്ന് എന്തുകൊണ്ട് പരാതി കൊടുത്തില്ല, ഞങ്ങളുടെ ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് വെച്ച് ഞങ്ങൾ പറയാണ്, പരാതി കൊടുത്തില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ തെണ്ടിപ്പോകും. അപ്പോൾ അതുകൊണ്ടാണ് സംഭവം കൊടുത്തത്. അപ്പം പിന്നെ വേറെ കാര്യമുണ്ട്, പിന്നെ ഭാവിയിൽ ഇവർ വല്ല അക്കൗണ്ട് മാറ്റിയിട്ട് റിയൽ ആയിട്ടുള്ള അക്കൗണ്ടിലോട്ട് മാറ്റി കൊടുത്താൽ നമുക്കൊരു പണി കിട്ടും. പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ എന്തെങ്കിലും കാര്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഡയറക്റ്റായിട്ട് പരാതി കൊടുക്കുക. ഒരാൾക്ക് പൈസയോ കാര്യങ്ങളോ ഒരു കാര്യം കൊടുക്കാൻ വേണ്ടി നിൽക്കരുത്. അതെ, ഇങ്ങനെയൊക്കെ ആർക്കെങ്കിലും അബദ്ധം പറ്റുന്നത് കൊടുക്കുക. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത ഉണ്ടല്ലേ, ഒരു ബിസിനസ്സുകാരൻ ഇതേപോലെ തന്നെ 2.5 കോടി രൂപയാണ് അവർ തട്ടിയെടുത്ത്. ഇതേപോലെ ഈ തേനൊഴിച്ചുള്ള പരിപാടി കുറെ ഉണ്ട്. ഈ 2.5 കോടിയുടെ മാത്രമൊന്നും അല്ല, ഇഷ്ടം പോലെ നടക്കുന്നുണ്ട്. നമ്മൾ പത്രമാധ്യമങ്ങൾ വഴി നമ്മൾ കുറെ അറിയുന്നുണ്ട്. അത് അറിയാതെ പോകുന്ന ഒരുപാടുണ്ട്. കുറെ പേര് കൊണ്ട് കാശ് കൊടുത്തു പെടുന്നവരുണ്ട്. ഒരു കാശും നിങ്ങൾ ആരും കൊടുക്കാൻ നിൽക്കണ്ട. നേരെ നമ്മുടെ ഭാഗത്ത് തെറ്റില്ലെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിൽ പോവുക. അത്രേ ഉള്ളൂ ഈ ഒരു കേസിൽ ചെയ്യാൻ. പക്ഷെ പോലീസ് സ്റ്റേഷനിൽ പോയത് കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പച്ചക്ക് ഞാൻ പറയും ഒരു തേങ്ങ ഉണ്ടാവത്തില്ല ഇവിടെ. അവര് തന്നെ പറയുന്നത് നിങ്ങൾ കേട്ടല്ലോ. പോലീസുകാരുടെ ഭാഗത്ത് നിന്ന് അവര് തന്നെ ഇവരോട് പറഞ്ഞൊരു കാര്യമാണ്. ഇതിപ്പോ ഒരു സ്ത്രീക്കെതിരെയാണ് നടന്നതെങ്കിൽ ഒരു പുരുഷൻ അവന്റെ കുറെ നഗ്ന ഫോട്ടോസ് ഒക്കെ ഒരു സ്ത്രീക്ക് അയച്ചു കൊടുക്കുന്നു, വലിയ പ്രശ്നം ഉണ്ടാക്കുന്നു. ആ സ്ത്രീ കൊണ്ടൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ വിത്തിൻ ഡേയ്സ് അവനെ പിടിച്ചകത്തിടും. പക്ഷെ നമുക്ക് പുരുഷന്മാർക്ക് ഇത് സംഭവിച്ചു കഴിഞ്ഞാൽ ഇവിടെ ചോദിക്കാനും പറയാനും ആരുമില്ല, ഒന്നും സംഭവിക്കത്തില്ല. മനസ്സിലായില്ലേ? കാരണം ഇതൊരു പെൺകുട്ടിയുടെ അക്കൗണ്ടിൽ നിന്നാണ് വന്നിരിക്കുന്നത്. കേസൊക്കെ എടുത്തു, പക്ഷെ പ്രത്യേകിച്ചൊന്നും നടക്കാൻ പോകുന്നില്ല. ഇതിപ്പോ പെൺകുട്ടിയുടെ ഫോട്ടോ ഒക്കെ ഇട്ട് പെൺകുട്ടിയുടെ അക്കൗണ്ടിൽ നിന്ന് ചാറ്റ് ചെയ്തതോ അല്ലെങ്കിൽ ഈ സാധനങ്ങളൊക്കെ പറഞ്ഞതും ഫോട്ടോ ഒക്കെ അയച്ചു കൊടുത്തതോ ഒരു പുരുഷനാണെങ്കിൽ പോലും ഇവിടുത്തെ നിയമസംഹിതയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് അവര് പറഞ്ഞു വെക്കുന്നത്. കേട്ടല്ലോ നിങ്ങൾ, ഞാനായിട്ട് പറയുന്നതല്ലല്ലോ. ഇതിനകത്തും നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അല്ലെങ്കിൽ എനിക്ക് തോന്നിയ ഒരു സംശയം, എന്താണ് കുറെ ആളുകൾ കുറെ ആയിട്ട് ഇവിടെ പറയുന്നുണ്ട്, പ്രത്യേകിച്ച് സ്ത്രീകൾ, ഞങ്ങൾക്ക് ഇവിടെ ഒന്നും കിട്ടാറില്ല, ഞങ്ങൾക്ക് ഇവിടെ നിയമം ഞങ്ങളുടെ കൂടെ നിൽക്കാറില്ല, ഇവിടെ പുരുഷന്മാരുടെ കാര്യത്തിലാണ് കൂടുതലും, ഇവിടെ ഞങ്ങൾക്കൊക്കെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ചോദിക്കാനറിയില്ല ഇവിടെ. പക്ഷെ എന്നാൽ ഒരു സൈഡിൽ കൂടെ കുറെ പേര് പറയുന്നതും കേൾക്കാം, ഇവിടെ സ്ത്രീകൾക്ക് എല്ലാ കാര്യത്തിലും മുൻഗണന. എനിക്ക് മനസ്സിലായിട്ടുള്ള കാര്യം അത്രേ ഉള്ളൂ കേട്ടോ. കുറെ പേര് ആ പറയുന്നതിനകത്താണ് പ്രോപ്പറായിട്ട് കാര്യം സത്യമുള്ളത്, കഴമ്പുള്ളത്. സ്ത്രീകൾക്ക് എല്ലാ കാര്യത്തിലൂടെ മുൻഗണനയുണ്ട്. ഇവിടുത്തെ നിയമം സ്ത്രീകളുടെ കൂടെ തന്നെയാണ്. അത് ഇവിടുത്തെ സ്ത്രീകൾ എല്ലാവരും ഒന്ന് മനസ്സിലാക്കണം. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു പറഞ്ഞാൽ ഞങ്ങളുടെ കൂടെ ആരും ഇല്ലേ എന്നും പറഞ്ഞ് തലതിരിച്ചാവുന്ന കുറേ സ്ത്രീകളെ ഞാൻ കാണാറുണ്ട്. പുരുഷന്മാരാണ് ഇവിടെ ആധിപത്യം. ഇത് സ്ഥിരം നമ്മൾ വർഷങ്ങളായിട്ട് ഞാൻ കേൾക്കുന്ന ഒരു കാര്യമായത്. ഇവിടെ പുരുഷ ആധിപത്യമാണ് നടക്കുന്നത് എന്നുള്ളൊരു വാർത്ത നിങ്ങൾക്ക് അറിയാം. വാർത്തയല്ല, ഒരു വാക്ക്. ഇത് പണ്ട് തൊട്ടേ ഈ ഒരു സെന്റൻസ് ഇവിടെ ഉള്ളതാണ്. പക്ഷെ എന്ത് ആധിപത്യം എന്നാ നിങ്ങൾ പറയുന്നത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഇവിടെ നിയമം, ഇവിടുത്തെ നിയമം നിങ്ങളുടെ കൂടെ തന്നെയാ. നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ, സ്ത്രീകൾ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിയമം സ്ത്രീകളുടെ കൂടെയാ. നമ്മുടെ ഭാഗം കേൾക്കാൻ പോലും നിൽക്കുന്നില്ല. എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിക്കുന്നത്? ഇപ്പൊ ഇവരുടെ ഈ ഒരു കേസിലാണെങ്കിലും അത് ആണാണോ പെണ്ണാണോ ഇവരോട് ചാറ്റ് ചെയ്യുന്നത് ഒന്നും അറിയില്ല. ഒരു പെണ്ണിന്റെ അക്കൗണ്ടും ഒരു പെണ്ണിന്റെ ഫോട്ടോയും മാത്രമേ ഉള്ളൂ. എന്നിട്ട് പോലും പോലീസ് സ്റ്റേഷനിലെത്തി എത്തിയപ്പോഴത്തേക്ക് അവരോട് പറഞ്ഞത് എന്താ? പെണ്ണായിരുന്നു കേസ് തന്നിരുന്നെങ്കിൽ പെട്ടെന്ന് നടന്നേനെ, പുരുഷനായതുകൊണ്ട് കുറച്ച് നീക്കാൻ നടക്കും എന്നുള്ളൊരു മൂടാ. ഒന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങൾ, എന്താ നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ. ഇതൊരു ചെറിയൊരു ഹണി ട്രാപ്പ് കേസിൽ സംഭവിച്ചൊരു കേസാ ഈ കാര്യമായത്. ഇതുപോലെ എന്തോരം സിറ്റുവേഷൻസ് വരുന്നു നമ്മൾ പുരുഷന്മാർക്ക്. എന്ന് വെച്ചാൽ എല്ലാ പുരുഷന്മാരും നല്ലത്, സ്ത്രീകളെല്ലാം മോശമാണ്, അങ്ങനൊന്നും അല്ല ഞാനിവിടെ പറയുന്നത്. ഞാൻ പറഞ്ഞത് എന്താണെന്ന് അത്യാവശ്യം ഉള്ളവർക്ക് മനസ്സിലായി കാണും. ഇല്ലേ? നിങ്ങൾ പറ, കമന്റ് ബോക്സിൽ നിങ്ങൾ പറഞ്ഞു. ഞാൻ പറഞ്ഞതിനകത്ത് എന്തെങ്കിലും തെറ്റുണ്ടോ? ഇവിടുത്തെ എല്ലാ നിയമസംഹിതകളും, ഇവിടുത്തെ എല്ലാ നിയമങ്ങളും, പോലീസും എല്ലാം, രാഷ്ട്രീയക്കാരും എല്ലാവരും സ്ത്രീകളുടെ കൂടെ തന്നെയാണ്. നമ്മളാണ് ഇവിടെ പെട്ടിരിക്കുന്നത്. എന്തെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ നമുക്ക് റിയാക്ട് ചെയ്യാൻ പറ്റില്ല. റിയാക്ട് ചെയ്താൽ ഉടനെ നമ്മൾ അകത്ത് പോകും. അതാണ് പ്രശ്നം. റിയാക്ട് ചെയ്യാൻ മിണ്ടരുത്, നീയൊക്കെ മേടിച്ചിരുന്നോണം. മനസ്സിലായില്ലേ? അതാണ് സത്യം പറഞ്ഞ ഇവിടുത്തെ ഒരു നിയമം നമ്മളോട് ചെയ്യുന്നത്. പക്ഷെ നമുക്കിത് പോയിന്റ് ഔട്ട് ചെയ്ത് കാണിക്കാൻ പറ്റുമോ? ഇത് പോയിന്റ് ഔട്ട് ചെയ്ത് കാണിച്ചാലും അപ്പോഴും നമ്മൾ കള്ളനാ. നമ്മൾ സ്ത്രീയെ താത്തി പറഞ്ഞു, സ്ത്രീകളെ ആക്ഷേപിക്കാൻ ശ്രമിച്ചു എന്നേ വരുവുള്ളൂ.
വോയിസ് ഇല്ല നമുക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാലഘട്ടത്തിൽ മുന്നോട്ട് പോകും തോറും. എന്നാൽ അപ്പോഴും അപ്പുറത്തുനിന്ന് കുറച്ച് സ്ത്രീകൾ ഒരു പറ്റം സ്ത്രീകൾ വരും, ഞങ്ങളെ അങ്ങനെ ചെയ്തു, ഞങ്ങളെ അഭിഷേപിച്ചു, ഞങ്ങളെ കൂടെ ആരുമില്ല എന്നും പറഞ്ഞു വരും. അവരൊക്കെ ഒരു നിമിഷം ആലോചിച്ച് നോക്കുക, നിങ്ങളിത് ചെയ്യുന്തോറും ഞങ്ങൾ പറ്റാ ചത്തോണ്ടിരിക്കുക. ഒരു കേസും ഇതേ കണ്ടോ, ഉമറിനൊക്കെ കേസ് നിങ്ങൾ നോക്ക്. ലിബിനൊക്കെ പറയുന്നത് വളരെ എനിക്കതിനകത്തൊന്ന് പ്രോപ്പറായിട്ട് എനിക്കത് കണക്ട് ചെയ്യാൻ പറ്റി. നിങ്ങൾക്ക് അങ്ങനെയല്ലേ തോന്നിയത്? ഇനി നിങ്ങളുടെ അഭിപ്രായം പറയാം. എൻ്റെ ഈ ഒരു വിഷയത്തിൽ എനിക്ക് ഇത്രേ ഉള്ളൂ പറയാൻ. അവരുടെ ഒരു കാര്യം പറഞ്ഞു. കുറച്ച് വർഷങ്ങൾ ഒരു 1.5 വർഷമായി ഇവർക്ക് ഈ ഒരു സംഭവം, ഈ ഒരു മെസ്സേജും ഒക്കെ അവന് വരാൻ തുടങ്ങി. അവനെ കൊണ്ട് കേസ് കൊടുത്തു. അതുപോലെ തന്നെ അവർ അവസാനം പറഞ്ഞത് നന്നായി, അവരെ കൊണ്ട് കേസ് കൊടുത്ത് നന്നായി, ഇല്ലെങ്കിൽ കറഞ്ഞത് തിരിഞ്ഞ് ഇത് മിക്കവാറും ഒമാർ അഞ്ചത്ത് തന്നെ വന്നേനെ. അതുകൊണ്ട് കേസ് കൊടുത്തിട്ട് നന്നായി. പ്രത്യേകിച്ചൊന്നും നടന്നില്ലെങ്കിലും ഒരു കേസ് കൊടുത്തെന്നെങ്കിലും ആവല്ലോടെ, അതവിടെ കിടന്നോട്ടെ എന്നാ എനിക്ക് പറയാനുള്ളത്. പിന്നെ കുഞ്ഞുങ്ങൾ ഇതൊക്കെ പറഞ്ഞ് അവിടുന്ന് പിന്നെ അടുത്ത ട്രിപ്പിലേക്ക് പോയി അവിടുന്ന് റഷ്യൻ കണ്ടൊക്കെ കയറാൻ പോവാണ്. മക്കളെ, നിങ്ങൾ റഷ്യയൊക്കെ കയറട, പുതിയ പ്രശ്നത്തിലൊന്നും പോയി ചാടാതിരിക്കുക. ചാടണ്ട, നമ്മൾ ചാടണ്ട, ഇനി വരുമല്ലോ അല്ലേ നമ്മളെ തേടി. എന്നിട്ട് നമ്മൾ മറ്റേ കൊണ്ടുപോയി ഒറ്റാലി വെച്ചാന്നൊക്കെ പറഞ്ഞ് നമ്മളെ പൂട്ടും. അതാണ് ഇവിടുത്തെ അവസ്ഥ. ഇവിടുത്തെ മാധ്യമങ്ങളും ഒക്കെ അതേ പൊക്കത്തുള്ളൂ. ഒരു പുരുഷന്റെ ഭാഗത്ത് നിങ്ങൾ നോക്കിക്കും, നിയമം മാത്രമല്ല ഞാൻ നിങ്ങളെല്ലാവരും നോക്കിക്കും, ഒരു പുരുഷന്റെ സൈഡിൽ ഇപ്പം ഏറ്റവും അവസാനം നമുക്ക് പറയാവുന്ന നിവിൻ പോളിയുടെ ഇഷ്യൂ. ഇവിടുത്തെ മാധ്യമങ്ങൾ എന്താ, അയാൾ നിരപരാധി എന്ന് അറിഞ്ഞതിന് ശേഷം ഒരുത്തനും പൊക്കാനില്ല, തീർന്നു. കുറ്റക്കാരനായി അല്ലെങ്കിൽ ഒരു സ്ത്രീ അവനെതിരെ വന്നപ്പോഴത്തേക്ക് അത് പൊക്കിയെടുത്ത് നമ്മൾ ഉൾപ്പെടെ ഞാൻ ആലോചിച്ചു, 2-3 പ്രാവശ്യം ഞാൻ ആലോചിച്ചു ഈ വീഡിയോ ഒന്ന് ചെയ്യണമെന്ന്. ഇതിനകത്ത് അങ്ങ് പറഞ്ഞു പോവുക. അത് സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ എന്റെ ടൈം വേസ്റ്റാ. ഒരുത്തനും കാണത്തില്ല. ആഗ്രഹമില്ലായിട്ടല്ല ചെയ്യാൻ, കാണത്തില്ല ഒരുത്തനും. എന്തുകൊണ്ടാണ് നിങ്ങളാരും അത് ശ്രദ്ധിക്കാൻ വരാത്തത്? ആ ഒരു ഇഷ്യൂ തന്നെ നോക്ക്. അയാൾ നിരപരാധി എന്ന് പറഞ്ഞപ്പോ പൊക്കാനായിട്ട് ആരും ഇല്ല. നേരെ അവൻ തെറ്റുകാരനായിരുന്നു എന്ന് ഇവിടുത്തെ നിയമം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ എന്റെ മോനെ 2 ദിവസത്തേക്ക് അവനെ വെച്ച് കഞ്ഞി കുടിച്ചേനെ ഇവിടുത്തെ എല്ലാ മെയിൻ സ്ട്രീം ചാനൽസും. അത് വന്നു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ നമ്മുടെ സൈഡിൽ നിന്ന് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് റീച്ച് ആവും. ഇല്ലെങ്കിൽ ഇതാടെ ഇവിടുത്തെ അവസ്ഥ, ഈ നാടിന്റെ അവസ്ഥ ഇതാ. ഹണി ട്രാപ്പ് ദൈവത്തിനറിയാം ഇനി എന്തിനകത്തൊക്കെ പോയി പെടേണ്ട വരുമെന്ന്. എന്താണെങ്കിലും എൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു വിഷയത്തിൽ ഞാൻ പറഞ്ഞു. നിങ്ങളുടെ അഭിപ്രായം മറക്കാതെ കമന്റ് ബോക്സിൽ എന്തായാലും ഇടുക കേട്ടോ, ഇടാതിരിക്കരുത്. ഞാൻ വായിക്കും. എന്താണെങ്കിലും ഞാൻ ഈ പറഞ്ഞതിന് അല്ലാതെ വേറെ എന്തെങ്കിലും ഒരു പോസിബിലിറ്റി അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നിയൊരു പെർസ്പെക്റ്റീവ് ഉണ്ടെങ്കിൽ ഞാൻ എന്തായാലും അത് വായിക്കും, റിപ്ലൈയും തരും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ വീണ്ടും ഞാൻ പറയുന്നു. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. അപ്പോൾ കുഷ്ണ